സ്നേഹം നിറഞ്ഞ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ഒരു അമ്മായിയമ്മയുടെയും മരുമകന്റെയും ബന്ധത്തെക്കുറിച്ച് ഒരു വനിതാ അഡ്വക്കറ്റ് പറയുന്നതാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അമ്മായിയമ്മയാണ് ആദ്യം എൻ്റെ ക്യാബിനിലേക്ക് വന്നത്. മോളും മോളുടെ ഭർത്താവും കുട്ടിയൊക്കെ പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അമ്മായിയമ്മ ആദ്യം ക്യാബിനിലേക്ക് വന്നു. എൻ്റെ മോളെ ജീവിതം ആകെ കുളമായിരിക്കുകയാണ്. എൻ്റെ മോള് പാവം, എനിക്ക് ആകെ ഒരു മോളേ ഉള്ളൂ. എന്നെ ഭർത്താവ് ഒരുപാട് വർഷങ്ങളായി ഉപേക്ഷിച്ച് പോയ ഒരാളാണ്, തിരിഞ്ഞു നോക്കിയിട്ടില്ല. എൻ്റെ മോളാണ് എല്ലാം. മരുമകൻ നല്ല അടിപൊളിയാണ്. അവനാണ് എല്ലാ ജോലി ചെയ്ത് വന്ന് കാശ് കൊണ്ടുവരുന്നതും എല്ലാ കാര്യങ്ങളും വീട്ടിലെ നോക്കുന്നതും. എൻ്റെ മോളെ നല്ലപോലെ നോക്കും, കുട്ടീനെ നോക്കും, എല്ലാവർക്കും കുടുംബക്കാർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവനെ എന്നൊക്കെ പറഞ്ഞു. എന്തായിരിക്കും ഇവർ പറയാൻ പോകുന്നതെന്നുള്ളൊരു ആകാംക്ഷയിൽ ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഇവരുടെ സ്റ്റോറി പറയാൻ തുടങ്ങിയത്. മോളുടെ കല്യാണം കഴിഞ്ഞ് ഒരു 5-6 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ചെറിയൊരു കുട്ടിയുണ്ട്. ഇവര് അറേഞ്ച് മാരേജ് ആണ്. അപ്പം ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന്, മോളുടെ ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് കല്യാണം കഴിഞ്ഞ് ഒരു 2 years ഒക്കെ കഴിഞ്ഞ നേരം ഈ ഉമ്മയോട്, അതായത് അമ്മായിയമ്മയോട് ചെറിയ ചെറിയ രീതിയിലേക്ക് ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളും. ഉമ്മ ഇല്ലാണ്ട് പറ്റൂല, ചായ കൊടുക്കാനും ഉമ്മ മതി, ചോറ് കൊടുക്കാനും ഉമ്മ മതി, എല്ലാത്തിനും ഉമ്മ മതി എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഉണ്ടായത്. മദർ ഇൻ ലോ എന്നോട് പറയാണ്, മരുമോന് ഞാനില്ലാണ്ട് തീരെ പറ്റൂല, മരുമോന് എല്ലാ കാര്യത്തിലും ഞാൻ തന്നെ വേണം. മോള് എന്തെങ്കിലും സാധനങ്ങൾ എടുത്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മ ഇല്ല അവിടെ, ഉമ്മ എടുത്ത് തന്നാൽ മതി, ഉമ്മ അത് ചെയ്താൽ മതി, ഇത് ചെയ്താൽ മതി. അപ്പം ഞാനും വിചാരിച്ചു അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു സ്നേഹം കിട്ടിയിട്ടുണ്ടാവില്ല. അവരുടെ പാരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ക്ലോസ് ഒന്നും ആയിട്ടില്ല. ഇവനെ തന്നെ കുട്ടിപ്രായത്തിൽ തന്നെ എല്ലാം കുട്ടികൾ തന്നെ സ്വന്തം ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലേക്ക് പഠിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു പാരൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ടൈപ്പ് പാരൻസ് ആയിരുന്നു. അപ്പോൾ ഈ ഉമ്മ ഇങ്ങനെ താലോലിക്കുമ്പോഴും താലോടുമ്പോഴും ഒക്കെ ഭയങ്കരമായിട്ടൊരു സ്നേഹം ഉമ്മേനോട് കാണിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ മോള് അത് കണ്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്താ ചെയ്യുക, ഇപ്പം ഞാൻ മരുമോളും ഹസ്ബൻഡ് മോനെ പോലെ ആയി. ഉമ്മ ചില സമയത്ത് ഇവർ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഒക്കെ ആയിട്ട് ഉമ്മൻ്റെ മടിയിൽ അവൻ കിടക്കും. മരുമോനാണ് കേട്ടോ, മടിയിൽ കിടക്കും, തലയോടി കൊടുക്കും, അങ്ങനത്തെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ സ്റ്റാർട്ട് ആവാൻ തുടങ്ങി. അപ്പോൾ കല്യാണം കഴിഞ്ഞൊരു 2 വർഷമൊക്കെ ആയപ്പോൾ തന്നെ എല്ലാ കാര്യത്തിലും ഇപ്പം അവള് ജോലിക്കൊക്കെ പോകുന്നുണ്ട്, അവൾ അവൻ്റെ കാര്യങ്ങളൊന്നും നോക്കലില്ല. എന്താ വെച്ചാൽ ഉമ്മയാണ് നോക്കുക എല്ലാ കാര്യങ്ങളും. ഡ്രസ്സ് എടുത്തു കൊടുക്കുക, പിന്നെ എന്താ പറയുക, അയലിട്ടിരിക്കണ എന്തെങ്കിലും ഡ്രസ്സ് വേണമെങ്കിൽ എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ എന്താ വേണ്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, ഫുഡ് എടുത്ത് വെച്ച് കൊടുക്കുക, കയറി വരുമ്പോൾ ഡോറ് തുറന്നു കൊടുക്കുക. ഇങ്ങനത്തെ ഭാര്യ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഉമ്മ ചെയ്താൽ മതി എന്നാണ് ഇയാൾ പറയുക എന്ന് പറഞ്ഞു. അപ്പം ആദ്യത്തിലൊക്കെ അത് ഉമ്മേനോടുള്ളൊരു സ്നേഹവും ശരിക്കുള്ളൊരു ഉമ്മമാരുടെ സ്നേഹം കിട്ടാത്തതിനെ കൊണ്ടാണ് എന്നാണ് മാഡം ഞാൻ വിചാരിച്ചത്. എൻ്റെ കയ്യിൽ നിന്ന് അത് കുറച്ച് കൂടിപ്പോയി. ഞാൻ അന്നേരം നിർത്തണമായിരുന്നു. അവന് അങ്ങനെ ഭയങ്കര ഒരു സൗഹൃദം പോലെയൊക്കെ ആയി. പിന്നെ മോളെ നല്ലോണം നോക്കും, മോളുമായിട്ടുള്ള ജീവിതത്തിലായാലും മോളെ കുട്ടീനെ നോക്കുന്നതിൽ കുടുംബത്തിലൊക്കെ ആയാലും പിന്നെ എല്ലാ പൈസയും കാര്യങ്ങളും ചിലവാക്കും. ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഞങ്ങളുടെ കുടുംബത്തിൽ. ഇനിയിപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ മോളെ കല്യാണത്തിന് വരെ ഇവനാണ് എല്ലാ കാര്യം ചെയ്യുക, സ്വർണം മേടിച്ചു കൊടുക്കുക. ഇവന് അത്യാവശ്യത്തിന് നല്ല ബിസിനസ്സും കാര്യങ്ങളും പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല മോനാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ചെറിയ രീതിയിലേക്ക് ഒരു സംശയം തോന്നി, എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ടാവുമോ, ഇവർക്ക് എന്താണ് ഇത്ര ഒരു ഡിപ്രഷൻ പോലെ മൂക്ക് വന്നു ഇവർക്ക് വന്നു എന്നൊക്കെ പറയാൻ കാരണം എന്നൊക്കെ. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങനെ കാര്യം പറയായിരുന്നു, മാഡം പാടില്ലാത്ത കുറേ സാധനങ്ങൾ നടന്നു എന്ന് മാത്രമല്ല 2-3 വർഷമായിട്ട് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും മകളുടെ ഭർത്താവും തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായി പോയിട്ടുണ്ട്. ആദ്യമായി ഞാനിങ്ങനെ കിച്ചണിൽ ഇരിക്കുമ്പോൾ അവൻ വന്നിരിക്കും, ഞാൻ കുക്ക് ചെയ്യുമ്പോൾ. അപ്പോഴൊക്കെ ഒരു ഹസ്ബൻഡിൻ്റെ ഒരു സ്നേഹം പോലത്തെ ഒരു സാധനം അവൻ എന്നോട് കാണിക്കുമ്പോൾ എനിക്കും അതിന് നോ പറയാൻ പറ്റിയില്ല. അതെൻ്റെ മിസ്റ്റേക്കാണ്. ആദ്യത്തിലൊക്കെ ഞാൻ കിച്ചണിൽ ഇരിക്കുന്ന സമയത്ത് അവൻ അടുത്ത് വന്നിരിക്കും, ആ തണേൻ്റെ മേലെ കയറിയിരിക്കും. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം എനിക്കും അതൊരു എന്താ പറയുക, എനിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. എനിക്കൊരു ഹസ്ബൻഡിൻ്റെ സ്നേഹം അല്ലെങ്കിൽ ഒരു സൗഹൃദവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ അവൻ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു കമ്പനി ഞാനും എൻജോയ് ചെയ്തു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ചെറിയ ചെറിയ രീതിയിലേക്ക് ഇങ്ങനെ സംഭാഷണങ്ങളൊക്കെ മാറിയും
ഇങ്ങനെ എന്നെ കൂട്ടിപ്പിടിക്കുകയും പിന്നെ ഭയങ്കരമായ ഒരു ലസ്റ്റൊക്കെ ഉള്ള പോലെ ഒരു റൊമാൻസ് ഒക്കെ ഉള്ളത് പോലെ ഞാൻ ഇതിലേക്ക് പോകുമ്പോൾ എനിക്ക് വഴി തരാണ്ട് ഞാൻ അങ്ങനെ ഇടിച്ചുരുമ്മി പോകുന്ന പോലത്തെ ഒരു സീനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും റൂമിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ കുളിക്കുന്ന സമയത്ത് ഡോറിന് നോക്ക് ചെയ്യുക അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് അന്നേരത്തെ ഒരു രീതിയിലേക്ക് ഞാനത് അത്ര സീരിയസ് ആയി എടുത്തില്ല. പിന്നീട് ഞങ്ങൾ തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിപ്പോയി. അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടായ സമയത്തിൽ എന്നെ ഈ ലേഡി പറഞ്ഞിരുന്നത് പാടില്ലാത്തൊരു കാര്യമാണ്, നമ്മളിത് ചെയ്യാൻ പാടില്ല. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം ഇതേപോലൊരു സെക്ഷൽ ആവശ്യം ഈ മരുമോൻ ചോദിച്ച സമയത്ത് ഉമ്മ നോ പറഞ്ഞ സമയത്ത് ഇവൻ ഭയങ്കരമായി പൊട്ടി കരഞ്ഞു കുഞ്ഞു പിള്ളേരെ പോലെ കരയുകയും ഞാൻ ഒന്നും ഫുഡ് കഴിക്കൂല എന്ന് പറഞ്ഞ് പ്രശ്നമാക്കുകയും കരഞ്ഞിരിക്കുകയും ജോലിക്ക് പോകാണ്ടൊക്കെ ആയപ്പം എൻ്റെ മോൾ എന്നോട് വന്ന് ചോദിച്ചു, എന്താ പറ്റിയത് കാക്കയ്ക്ക്, എന്താണ് ഉണ്ടായത്, എന്താണ് ഫുഡ് കഴിക്കാത്ത, എന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അതെന്തോ ബിസിനസ്സിൽ എന്തോ ടെൻഷനോ കാര്യം എന്തോ ആണ് മോളെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു. അത്രേ ഉള്ളൂ, ഞാൻ വിചാരിച്ചു വേറെ എന്തോ സംഭവിച്ചു. അപ്പം ഇവൾ അറിയോ എന്നുള്ള പേടിക്ക് അന്ന് ഞാൻ അതിനും സമ്മതിച്ചു. ഞാൻ സമ്മതിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം അവൻ ജോലിക്കൊക്കെ പോയി, അവൻ റെഡിയായി. പിന്നീട് ഇതേപോലെ ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവളെ പുറത്ത് കൊണ്ടുപോകാണ്ടിരിക്കുക, ഇവളുടെ കാര്യങ്ങൾ നോക്കാണ്ടിരിക്കുക, ഭീഷണിപ്പെടുത്തുന്ന പോലെ. അതായത് ഉമ്മ എനിക്കിതിന് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മോളെ നോക്കൂല, ഞാനൊന്നും ചെയ്യൂല, ഞാൻ ജോലിക്ക് പോകൂല, പക്ഷെ ആരോടിത് പറയുന്നോ അല്ലെങ്കിൽ ഞാൻ ത്രെട്ടണിങ് ഒന്നുമല്ല. അപ്പം ഒരു കേസ് കേൾക്കുമ്പോൾ നമുക്കറിയാലോ ഉമ്മേനെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ചെയ്യിപ്പിച്ചതൊന്നുമല്ല. ഇവർ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഉമ്മയും ഈ മരുമോനുമായി ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഒക്കെ ആയിട്ട് ഇവരൊരു ഭാര്യ ഭർത്താവിനെ പോലെ ഭയങ്കര സ്നേഹമാണ് ഇവിടെ ഉണ്ടായത്. ഒരു 1 month ബാക്ക് ഇങ്ങനെ കുറേ ഇങ്ങനെ കുറേ കാലം കണ്ടിന്യൂ ചെയ്ത് പോവുകയും ഇത് നിർത്തണോ എന്നുള്ള രീതിയിലേക്ക് കുറേ സമയം നിർത്താൻ വേണ്ടി ഒരുപാട് സാധനങ്ങൾ ഈ അമ്മായിയമ്മ ചെയ്തു നോക്കിയും പക്ഷെ അതൊന്നും നിർത്താൻ പറ്റുന്ന ഒരു കാര്യത്തിലേക്ക് വന്നില്ല. അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ, കുടുംബക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ മോക്ക് എന്തെങ്കിലും പ്രശ്നമാവോ എന്നൊക്കെ വിചാരിച്ച് ഈ ലേഡി ഇത് കണ്ടിന്യൂ ചെയ്ത് പോയി. അപ്പം ഞാൻ ഈ ലേഡീനോട് ചോദിച്ചു, ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങളെ എൻജോയ് ചെയ്തിട്ടുണ്ടാവില്ലേ ഈ ഹസ്ബൻഡുമായിട്ട് എന്ന് പറഞ്ഞു. അത് എനിക്കറിയില്ല, ഞാൻ അവന് വേണ്ടി നിന്ന് കൊടുത്തു എന്നേ പറയാൻ പറ്റൂ എന്ന് പറഞ്ഞു. പിന്നീട് കുറേ സെഷൻസുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ലേഡി എന്നോട് പറഞ്ഞു കേട്ടോ, ഞാനും എൻജോയ് ചെയ്ത് പോയിട്ടുണ്ടാവും മാഡം ചിലപ്പോൾ എപ്പോഴെങ്കിലും, അതുകൊണ്ടല്ലേ എനിക്കിങ്ങനെ ഒരു ഭയങ്കര വിഷമം ഉണ്ടാവുന്നത്, അവനോട് എനിക്കൊരു തെറ്റും പറയാൻ പറ്റില്ല, ഞാൻ അങ്ങനെയൊന്നും നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ മോള് ഡിപ്രഷനിലാവാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ 1 മാസം മുന്നേ ഉമ്മയ്ക്ക് അയച്ച ഒരു മെസ്സേജ്, അതായത് ഹസ്ബൻഡ് ഉമ്മയ്ക്ക് അയച്ചൊരു മെസ്സേജ് ഉമ്മേൻ്റെ ഫോണിൽ നിന്ന് മോള് വായിച്ച്. അപ്പോൾ മോള് വിചാരിച്ചു എന്തോ മെസ്സേജ് അയച്ച് എന്തെങ്കിലും സാധനം മേടിക്കാനോ എന്തിനെങ്കിലും ഉള്ളതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് മോൾ ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നിന്റെ മകളെ ഞാൻ ഉപേക്ഷിക്കട്ടെ എന്നിട്ട് നിന്നെ കല്യാണം കഴിക്കട്ടെ പ്ലീസ് എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള ഭയങ്കര ഒരു മെസ്സേജുകളും ചക്കര അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന. അപ്പം ഇവളാകെ ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ ഇതെന്താ, ആദ്യം വിചാരിച്ചു തമാശക്ക് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പിന്നെ ഇവരുടെ ചാറ്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ആകെ എന്തോ ഒരു രീതി. പക്ഷെ ഇവർ തമ്മിൽ സെക്സ് ഉണ്ടായി എന്നുള്ള കാര്യം മോള് അറിഞ്ഞിട്ടില്ല. പക്ഷെ ഒരുപാട് രീതിയിലേക്ക് ഇങ്ങനെ മെസ്സേജ് കണ്ടപ്പോൾ എന്തോ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം, എന്തോ ഒരു രീതിയിലേക്കുള്ള ഒരു അടുപ്പം, കൂടുതൽ അടുപ്പം പാടില്ലാത്ത രീതിയിലേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം മോൾക്ക് മനസ്സിലാവുകയും മോള് ഭയങ്കരമായി പ്രശ്നം ഉണ്ടാക്കുകയും കരയുകയും ചെയ്തിട്ടാണ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി, സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി മെഡിസിനൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യിച്ചത്. പക്ഷെ എന്നാലും മോള് ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ്, മൂഡൊക്കെ ഭയങ്കര ലോവും. ഞാൻ ആ മോളെ പിന്നെ കാണുന്ന സമയത്ത് അവർ ഭയങ്കര എന്താ പറയുക, കണ്ണൊക്കെ ഫുള്ള് നിറഞ്ഞൊഴുകുന്ന പോലെ ഇങ്ങനെ തുളുമ്പി നിൽക്കുക, കരിച്ചിലൊക്കെ അങ്ങനെ തന്നെയാണ്, എപ്പോഴും അങ്ങനെ തന്നെ. കണ്ണൊക്കെ ഇങ്ങനെ എന്താ പറയാ വീങ്ങാന്നൊക്കെ പറയില്ല നമ്മള്, ചുവപ്പ് കളറായി വീങ്ങി, അത്രയും സങ്കടം സഹിക്കാൻ പറ്റാണ്ട ഒരു അവസ്ഥയിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ ഉമ്മ ഇല്ലാണ്ട് തീരെ പറ്റില്ല, ഞാനൊരു അക്ഷരം ഉമ്മേനോട് പറഞ്ഞിട്ടില്ല, എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതം കുളമാക്കുന്ന ഒരു സാധനം എൻ്റെ ഉമ്മ ചെയ്യൂല. എന്താ വെച്ചാൽ എൻ്റെ ഒരു ലൈഫിന് വേണ്ടിയിട്ടാണ് വേറെ കല്യാണം കഴിക്കാഞ്ഞത്. അപ്പോൾ എൻ്റെ ജീവിതത്തിനൊരു പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഉമ്മ ഒരിക്കലും ഒന്നും ചെയ്യൂല, അതെനിക്ക് അത്രയും ഉറപ്പാണ്. എന്താ സംഭവിച്ചതെന്ന് മാഡം എന്നോട് പറയണം, അവർ തമ്മിൽ എന്തെങ്കിലും സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം, എനിക്കിതെങ്ങനെയാണ് മുന്നോട്ട് പോകാമെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിനെ, അതായത് ഈ പയ്യനെ ഞാൻ
ഒറ്റയ്ക്ക് ഇരുത്തി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പയ്യൻ ഒരുപാട് മുന്നോട്ടേക്ക് പോയി. അതായത് സെക്ഷൽ ഡീവിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പേടിച്ച് സെക്സ് ചെയ്യുക. അതായത് ഇപ്പൊ ലവേഴ്സ് ആയിരിക്കുന്ന സമയത്ത് ആരെങ്കിലും കാണുമെന്ന് വിചാരിച്ച് ഓരോ ഇടവഴിയിൽ നിന്നും അല്ലെങ്കിൽ ഒളിച്ചും അല്ലെങ്കിൽ കഫേയിലും അങ്ങനെ ഇങ്ങനെ തിയേറ്ററിനും അങ്ങനെയൊക്കെ ആരും കാണുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു എക്സൈറ്റ്മെന്റിൽ ഒരു റൊമാൻസ്, ലസ്റ്റ് അല്ലെങ്കിൽ സെക്സ് ചെയ്യുക എന്ന് പറയുന്നതും പേടിച്ച് ചെയ്യുക എന്ന് പറയുന്നതിൽ ഒരു ത്രില്ലുണ്ട്. അതുകൊണ്ടാണ് ഈ ലവേഴ്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതിന് ഭയങ്കര ത്രില്ലായിരിക്കും. പക്ഷെ അതേ വ്യക്തികൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ത്രില്ല് ചിലപ്പോൾ സെക്ഷൽ ലൈഫിൽ ഉണ്ടാവണമെന്നില്ല. അപ്പം അന്നേരം നമ്മൾ ആലോചിക്കുക എന്താണ്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെയും പേടിക്കാണ്ട് ഭാര്യ ഭർത്താവ് എന്നുള്ള രീതിയിലേക്ക് നമ്മളെ റൂമിൽ എന്താ നടക്കുന്നത് ആരും മുട്ടാൻ പോലും ഡോറിന് പോലും നോക്കി ആരും വരൂലല്ലോ, നമുക്ക് അത്രയും ഫ്രീഡം ആയി എന്നൊക്കെയാണ് ആൾക്കാർ മനസ്സിലാക്കുക. പക്ഷെ അങ്ങനെയല്ല. ലവേഴ്സ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ആ സാധനങ്ങൾ ചെയ്യുമ്പോൾ ഒളിച്ചും പാത്തും ചെയ്യുന്ന സാധനത്തിന് ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ത്രില്ല് വേറെ ഉണ്ടാവും. ആ ഒരു സാധനം കല്യാണം കഴിഞ്ഞാൽ നമുക്ക് ഇട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതേപോലെ തന്നെ ഹസ്ബൻഡിന് ഈ ഡീവിയൻ സെക്സ് എന്ന് പറയുന്ന സാധനം, അതായത് ഒളിച്ചൊളിച്ച് മോള് കാണാതെ ഈ അമ്മായിമ്മേനോട് ചെയ്യുന്ന ഈ സാധനം, അങ്ങനത്തെയൊക്കെ ഓരോ കാര്യങ്ങൾ ഉണ്ടായതിനെ കൊണ്ടിട്ട് ഇവർക്ക് ഇതിലൊരു ലഹരി പോലെ ഇത് ഭയങ്കരമായിട്ട് ഇതിനോട് താല്പര്യം വരികയും ഈ ഒരു സെക്സിനോട് ഭയങ്കര ഭ്രമം തോന്നുന്ന രീതിയിലേക്കൊക്കെ ആവുകയും ചെയ്തു. അപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം ഭാര്യയുമായിട്ടുള്ള സെക്ഷൽ ലൈഫ് ഇവർക്ക് പൂർണ്ണമായി നിന്നുപോയി. അതായത് ഭാര്യനോട് ഒരു അറൗസലും തോന്നുന്നില്ല, ഒരു രീതിയിലേക്കുള്ള ഒരു താല്പര്യം, ഒരു സെക്സ് ഒന്നും തോന്നുന്നില്ല. വൈഫുമായിട്ടുള്ള സെക്ഷൽ ലൈഫ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആയിപ്പോയി. വൈഫിനോടുള്ള സെക്ഷൽ ലൈഫ് ഒരുപാട് വട്ടം ശരിയാക്കാൻ വേണ്ടി ഞാൻ കുറേ ശ്രമിച്ചു. ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനുമായി ഇങ്ങനെ ഉണ്ടെങ്കിലും മോളോട് നീ സെക്സ് ചെയ്യണം, മോളോടുള്ള ഒരു സെക്ഷൽ സാധനം നിർത്തരുതെന്ന് എന്നോട് കുറേ വട്ടം പറഞ്ഞതാണ്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അമ്മ എന്നോട് പറഞ്ഞത് ഇത് ഇത്രയും സീരിയസ് ആവും എന്നുള്ള കാര്യം ഞാൻ ശരിക്കും മനസ്സിലാക്കണത് എൻ്റെ മോളോട് അവൻ സെക്സ് ചെയ്യൽ നിർത്തിയും അത് കഴിഞ്ഞതിന് ശേഷം എന്നെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ പറയും, മോളെ ഒഴിവാക്കില്ല, മോക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെലവും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തോളാം, മോളെ ഒഴിവാക്കിയിട്ട് നിങ്ങളെ ഞാൻ കല്യാണം കഴിക്കുന്നുള്ള രീതിയിലേക്ക് ആയപ്പോഴാണ് ഇത് കുറച്ചൊരു എന്താ പറയുക, ഒരു നോർമലിൽ നിന്ന് വിട്ടുപോയല്ലോ എന്നുള്ളൊരു കാര്യം, ഇനിയിപ്പോൾ എന്താവും എന്നൊക്കെയുള്ള ഒരു പേടിയും ഒരു ഭയങ്കര ഭയം എനിക്ക് വരാൻ തുടങ്ങിയത് എന്നാണ് ഉമ്മ പറഞ്ഞത്. അയാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എന്താ പറയാ, നല്ലൊരു പയ്യനാണ് കേട്ടോ. ഇത് ഇങ്ങനൊരു സാധനം എങ്ങനെ വന്നു പോയി എന്ന് അയാൾക്കും അറിയില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, എനിക്കിനി അത് നിർത്താൻ പറ്റൂല എന്നുള്ള പൂർണ്ണ ബോധം അയാൾക്ക് ഉണ്ട് എന്നാണ് അയാൾ തന്നെ പറഞ്ഞത്. ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ ഇവരെ 3 പേരും നമുക്ക് കുറ്റം പോലും പറയാൻ പറ്റാത്ത രീതിയിൽ 3 പേരും പാവം ഈ ഒരു ഇതിൽ അകപ്പെട്ട് കഴിഞ്ഞ് തെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിയാണ്, അവനായാലും പിന്നെ ഈ അമ്മായിമ്മയായാലും തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇത്രയും പ്രശ്നമാവുമെന്ന് വിചാരിച്ച് ചെയ്തു പോയൊരു കാര്യമെല്ലാം അറിയാണ്ട് പറ്റിപ്പോയതാണ്, നമ്മളെ കൺട്രോളിൽ ഉണ്ടായിട്ടില്ലാത്ത കാര്യമാണെന്നൊക്കെ പറഞ്ഞ് ശരിക്കും നമുക്ക് പാവം തോന്നും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഇവരെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി. ഈ സെക്സ് എന്ന് പറയുന്ന ഒരു സാധനം ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ലസ്റ്റ് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആരാ, എന്താ, ഉമ്മയാണോ ഭാര്യയാണോ എന്നൊന്നുള്ളത് നമുക്കത് അന്നേരം ആ ഒരു സമയത്ത് നമുക്ക് അതിനുള്ളൊരു ബോധം കിട്ടൂല. നിൽക്കേണ്ടതുപോലെ നിന്നിട്ടില്ലെങ്കിൽ ലൈഫ് മൊത്തം കുളമാവുന്ന രീതിയിലേക്കുള്ള പ്രശ്നത്തിലേക്ക് നിങ്ങൾ പോകും. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ദെന്നെന്തേർ അതിനെ കട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കുന്നത് പോലും സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് നമ്മൾ നിൽക്കുക.